ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ സ്നേഹിതരെ, സഹോദരങ്ങളെ, നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തെ അടിസ്ഥാനമാക്കി പല വിഷയങ്ങളും ഇതിനോടകം ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് വീണ്ടും ഞാൻ മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഈ വിഷയം ഒരുപക്ഷെ പലരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നോ വേദനിപ്പിക്കുന്നോ ആകാം എന്ന് ഞാൻ സംശയിക്കുന്നു. അങ്ങനെ നിങ്ങളെ വേദനിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളോട് ഞാൻ സദയം ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഈ സമയം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് മഹാകവി കുമാരനാശാന്റെ ഒരു പദ്യശകലം. ഇവിടെ ജാതി ചിന്തകൾ അടിമുടി വാണിരുന്ന ഒരു കാലത്ത് ആ ജാതി ചിന്തകൾക്കെതിരെ ആശാൻ തൻ്റെ തൂലിക പടവാളാക്കിയ ഒരു കാലത്ത് അദ്ദേഹം എഴുതിയ ചില കവിതകളുണ്ട്. അതിലൊരു ഭാഗം ഇങ്ങനെയാണ്: മദ്വചനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് നൽകൂ എന്നാണ്. എൻ്റെ വാക്കുകൾ പരുഷമാണ്, അതിന് മാർദ്ദവുമില്ല, നിങ്ങളെ മുറിവേൽപ്പിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്നാണ് ആശാൻ പറഞ്ഞത്. അത് തന്നെയാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ നാം ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ അഭിമാനിക്കുന്നവരാണ്. എന്നാൽ ഒരു ക്രിസ്ത്യാനി എന്തായിരിക്കണം എന്നുള്ള കാര്യത്തിൽ വളരെ പിന്നോക്കമാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ അനുയായി, ക്രിസ്തുവിൻ്റെ വചനം, ക്രിസ്തുവിൻ്റെ ഉപദേശം ഒക്കെ ജീവിതത്തിൽ പകർത്തുകയും സ്വീകരിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് ക്രിസ്ത്യാനി ആയിരിക്കേണ്ടത്. എന്നാൽ ക്രിസ്തുവിൻ്റെ വചനം, അവൻ്റെ ഉപദേശം, അത് മുഖ്യമായും ഒരു മനുഷ്യൻ്റെ ജീവനെ സംബന്ധിച്ചുള്ളതാണ്. അവനെങ്ങനെ നിത്യജീവൻ പ്രാപിക്കാമെന്നുള്ളതാണ്. അതിനുള്ള വഴികൾ ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ആചാര ജടിലമായ ഒരു മാർഗത്തിൽ കൂടി അല്ല ജീവൻ പ്രാപിക്കാൻ ക്രിസ്തു ഉപദേശിക്കുന്നത്. തൻ്റെ ജീവിതത്തെ, സ്വഭാവത്തെ ക്രമീകരിക്കുക, ക്രിസ്തുവിൽ അവൻ്റെ മറുവിലെ യാഗത്തിലുള്ള വിശ്വാസം വഴി അവന് ജീവൻ പ്രാപിക്കാൻ ഞാൻ വാതിലാകുന്നു, എന്നിൽ കൂടെ പിതാവിൻ്റെ അടുക്കൽ എത്താൻ സാധിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് അങ്ങനെ ജീവനിലെത്താനുള്ള മാർഗമാണ് അവൻ നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ മതവിശ്വാസങ്ങളെല്ലാം അതിൽ നിന്നൊക്കെ വളരെ വിഭിന്നമാണ്. ഇന്ന് ബൈബിൾ വായിക്കുന്ന ക്രിസ്ത്യാനികൾ എത്ര പേരുണ്ട്? നമുക്ക് സംശയമാണ്. ബൈബിളിൽ എത്ര പുസ്തകങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ പോലും അനേകരും സംശയാലുക്കളാണ്. നാം ഒന്ന് മനസ്സിലാക്കുക, ഈ ബൈബിൾ വായിക്കുന്നത് വലിയ കുറ്റകരമായ ഒരു പ്രവൃത്തിയായി സഭ പ്രഖ്യാപിച്ച ഒരു കാലമുണ്ടായിരുന്നു. അടുത്ത കാലം വരെയും ഏതാണ്ട് 60-70 വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ മനുഷ്യർക്ക്, സാധാരണക്കാർക്ക് വേദപുസ്തകം തുറന്ന് വായിക്കുവാനുള്ള അവകാശം ലഭിച്ചിട്ട് ഇന്ന് എത്ര പേർ അറിയുന്നുണ്ട് എന്നെനിക്കറിയില്ല. അപ്പൊ വേദപുസ്തക പഠനം, വായന എന്നുള്ളത് സാധാരണക്കാർക്ക് നിഷിദ്ധമായി കത്തോലിക്ക സഭ പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളതാ ഏറ്റവും ദുഃഖകരമായിരിക്കുന്ന ഒരു വസ്തുത. കാരണം വേദപുസ്തകം തുറന്ന് വായിച്ചാൽ ഇന്ന് സഭകൾ പറയുന്ന പല ആചാരങ്ങളും അനാചാരങ്ങളാണ്, അവ ചോദ്യം ചെയ്യപ്പെടും എന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് അത് നിഷേധിച്ചത്. അതുകൊണ്ട് വേദപുസ്തകം കൃത്യമായി വായിക്കുക, പഠിക്കുക, അത് ഏതു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന ഒരു വസ്തുവാണ്. അത് ആവശ്യമാണ് എന്ന് ഞാൻ ആമുഖമായി നിങ്ങളോട് പറയുകയാണ്. ഇപ്പം മതഗ്രന്ഥങ്ങൾ പലതും അല്ലെങ്കിൽ മതവിശ്വാസങ്ങൾ പലതും ആ മതത്തിൻ്റെ വിശ്വാസങ്ങളുടെ മൂടുപടം അണിഞ്ഞ് ഈ മനുഷ്യരെ വഞ്ചിക്കുന്ന അവസ്ഥയിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, എത്രയോ മത സംഘടനകൾ ഇവിടെയുണ്ട്. അവരോരോന്നും പറയുന്ന കാര്യങ്ങൾ, അവരോരോന്നും വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ, അവയൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി, സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ആ സഭയുടെ നിലനിൽപ്പിന് വേണ്ടി അവർ പടച്ചൊരുക്കുന്ന ഓരോ ഉപദേശങ്ങളാണ്. നമുക്ക് കാണാൻ സാധിക്കും, ഈ പല സുവിശേഷ സംഘങ്ങളിലും ഈ ഒരു മുച്ചൂട്ടികളിക്കാരൻ്റെ ഒരു സ്വഭാവത്തിൽ, എന്ന് വെച്ചാൽ 50 വെച്ചാൽ 100 കിട്ടും, 100 വെച്ചാൽ 1000 കിട്ടും, 1000 വെച്ചാൽ 10,000 കിട്ടും എന്നുള്ള സ്വഭാവത്തിൽ മനുഷ്യരെ കബളിപ്പിച്ചുകൊണ്ട്
അവരുടെ പോക്കറ്റിൽ കിടക്കുന്നത് സ്വന്തം കീശയിലാക്കാൻ ശ്രമിക്കുന്ന അനേകം സുവിശേഷ പ്രവർത്തകരെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഇത് തിരിച്ചറിയാൻ ഈ സാധാരണക്കാരായ വിശ്വാസികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ള വലിയ സത്യമുണ്ട്. ഇത് വിശ്വാസഗോളം എന്ന് പറയുന്നത് പണസമ്പാദനത്തിലുള്ള ഒരു കച്ചവട സ്ഥാപനമായി അത് മാറിക്കഴിഞ്ഞു. സത്യത്തിന്റെ സ്ഥാനത്ത് അസത്യം, അതാണ് മനുഷ്യൻ വിളിച്ചു പോകുന്നത്. സത്യം മറച്ചു വയ്ക്കുകയാണ്. ഇന്ന് അനേകരും എന്താ ചെയ്യുന്നത്? മക്കളെ ബൈബിൾ കോളേജുകളിലും സെമിനാരികളിലും തിയോളജിക്കൽ സെമിനാരികളിലും അയച്ച് അവർ പുരോഹിതന്മാരോ പാസ്റ്റർമാരായോ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. ഇന്ന് സാധാരണക്കാരായ മനുഷ്യ മക്കളെ എഞ്ചിനീയറിങ്ങിനും മെഡിസിനും ഒക്കെ വിടുന്നത് പോലെ എന്തിനാ അവരുടെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള ഒരു മാർഗമാണ്. അങ്ങനെ നല്ല നിലയിലുള്ള ജോലി സമ്പാദിക്കാൻ സാധിക്കും, ജീവിതം സുരക്ഷിതമാകുമെന്നുള്ള ചിന്തയിലാണ് ഡോക്ടർമാരായും എഞ്ചിനീയർമാരായും ഒക്കെ തീരാൻ വേണ്ടി മക്കളെ വിടുന്നത്. അതുപോലെ തന്നെയാണ് ഇന്ന് ബൈബിൾ കോളേജുകളിലേക്കും സെമിനാരികളിലേക്കും മക്കളെ അയക്കുന്നവർ. അവരുടെ ചിന്ത ഈ മക്കളുടെ ഭാവി ഇതുകൊണ്ട് സുരക്ഷിതമാകും എന്നുള്ള ആ ഒരു വിശ്വാസമാണ് അവർക്കുള്ളത്. അങ്ങനെ ഉള്ള ഈ സമൂഹത്തിൽ എത്രയോ പ്രസ്ഥാനങ്ങൾ, ആന്തരിക സൗഖ്യ ധ്യാനങ്ങൾ, അതുപോലെ ഉള്ള ഒത്തിരി ധ്യാന കേന്ദ്രങ്ങൾ, ഇവയൊക്കെ പടുത്തുയർത്തിക്കൊണ്ട് മനുഷ്യരെ അങ്ങോട്ട് ആകർഷിക്കുക. ഈയാമ്പാറ്റകൾ വെളിച്ചത്തിലേക്ക്, ഒരു വിളക്കിന്റെ വെളിച്ചത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് പോലെ അനേകായിരങ്ങളും ഇങ്ങനെയുള്ള ധ്യാന കേന്ദ്രങ്ങളിലേക്കൊക്കെ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പുണ്യസ്ഥലങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഈ ഈയാമ്പാറ്റകൾ, ആ വിളക്കിന്റെ വെളിച്ചം കണ്ട് വരുന്ന ഈയാമ്പാറ്റകൾ അവരറിയുന്നില്ല, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ വിളക്കിന്റെ അഗ്നിജ്വാലയിൽ തങ്ങളുടെ ചിറകുകൾ കരിഞ്ഞ് തങ്ങൾ ചത്തുപോകും, ചത്തു വീഴുമെന്നുള്ള വസ്തുത ഇവ മനസ്സിലാക്കുന്നില്ല. ഇത് തന്നെയാണ് മനുഷ്യരുടെയും അവസ്ഥ. ഇത് തന്നെയാണ്. ഈ ലോകത്ത് അനേകം പ്രസംഗിക്കുന്നത് നമ്മൾ അന്യരും പരദേശികളുമാണ്, നാം കാത്തിരിക്കുന്നത് മറ്റൊരു ലോകത്തേക്ക് പോകാനാണ്. ഇങ്ങനെ പറയുന്നവർ തന്നെ നിങ്ങൾ നോക്കുക, അങ്ങനെയുള്ള ഉപദേശങ്ങളുടെ പൊള്ളത്തനങ്ങൾ അല്ലെങ്കിൽ ഉപദേശിക്കുന്നവരുടെ മാനസികാവസ്ഥ, അത് മനുഷ്യ വഞ്ചനാപരമായിരിക്കുന്ന ആ മാനസികാവസ്ഥ, മറ്റു പരദേശത്തേക്ക് പോകുവാനും ഇവിടെ ഇതൊരു താൽക്കാലിക ഭവനം മാത്രമാണ് ഈ ഭൂമി എന്നും പ്രസംഗിക്കുന്നവർ, അവരിവിടെ മണിമന്ദിരങ്ങൾ, കോടികൾ മുടക്കി മണിമന്ദിരങ്ങൾ പണിത് ധനാഗമ മാർഗങ്ങൾ കണ്ടെത്തി അവരിവിടെ സുഖലോലുപരായി ജീവിക്കുകയാണ്. എന്നിട്ടാണ് സാധാരണക്കാരോട് പറയുന്നത് നമ്മളിവിടെ പരദേശികളാണ്. അപ്പൊ അവരുടെ ആ ഉപദേശത്തിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്ന് നാം ചിന്തിക്കുക. ഇവിടെ എസ്റ്റേറ്റുകൾ വാങ്ങിക്കൂട്ടുന്നതിനും അതുപോലെയുള്ള പണസമ്പാദനത്തിലുള്ള മാർഗങ്ങൾ തേടുന്നതിനും അവര് ഏറെ സമയവും ചെലവഴിക്കുന്നത്. അതുപോലെ തന്നെ അത്ഭുത രോഗശാന്തി മറ്റൊരു ആകർഷണ കേന്ദ്രമാണ്. ധനാഗമ ആകർഷണ വസ്തു എന്ന് പറയുന്നത് പോലെ അങ്ങനെ പരസ്യങ്ങൾ കാണാറുണ്ട്. അതുപോലെ തന്നെയാ രോഗശാന്തി, അത്ഭുത രോഗശാന്തി എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് കേന്ദ്രം തുടങ്ങുന്നവരാവര്. എന്താ അതിൻ്റെ വാസ്തവം? ഇന്ന് ഇപ്രകാരമുള്ള രോഗശാന്തി, അത്ഭുത രോഗശാന്തി വാഗ്ദാനം ചെയ്യുന്ന പല സുവിശേഷകന്മാരും പല രോഗശാന്തി ശുശ്രൂഷക്കാരും മനസ്സിലാക്കുക, അവർക്ക് വേദപുസ്തകം ഒന്ന് വായിക്കണമെങ്കിൽ അവർക്ക് കണ്ണാടി വേണം. അവരുടെ കണ്ണിന്റെ കാഴ്ച അവർക്ക് ഈ കണ്ണാടിയുടെ സഹായത്തോടെ അല്ലാതെ അവർക്ക് നേരെ വായിക്കാൻ സാധിക്കുന്നില്ല. ഇവരാണ് കുരുടർക്ക് കാഴ്ച കൊടുക്കാം എന്ന് പ്രസംഗിക്കുന്നത്, അത്ഭുത രോഗശാന്തി വാഗ്ദാനം ചെയ്യുന്നത്. മറ്റനേകരുണ്ട്, പല വിധത്തിലുള്ള രോഗികളാണ്. ഇപ്പോൾ നമ്മൾ കാണാറുണ്ട്, ഒരു രോഗശാന്തി ശുശ്രൂഷക്കാരൻ, അദ്ദേഹത്തിന്റെ മുഖത്ത് വെള്ളപ്പാണ്ട, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുഖത്തുള്ള ആ വെള്ളപ്പാണ്ട് കാണാതിരിക്കാൻ താടി വളർത്തി ഡൈ ചെയ്തുകൊണ്ട് പ്രസംഗിക്കുക. എന്നിട്ട് ആ രോഗശാന്തി ശുശ്രൂഷക്കാരനാ പറയുന്നത്, നിങ്ങളുടെ എല്ലാ രോഗങ്ങളും ഞാൻ മാറ്റിത്തരാം, ഞാൻ പ്രാർത്ഥിച്ച് മാറ്റിത്തരാം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു രോഗിയായിരിക്കുന്ന ശുശ്രൂഷകനാണ്. അപ്പൊ സ്വന്തം രോഗം
മാറ്റി പ്രാർത്ഥിക്കുന്നതിൽ കൂടെ മാറ്റിയെടുക്കാൻ സാധിക്കാത്തവൻ മറ്റുള്ളവർക്ക് രോഗശാന്തി വാഗ്ദാനം ചെയ്യുക. എത്ര വലിയ തട്ടിപ്പുകളാണ് നാം അവിടെ കാണുന്നത് നോക്കുക. ഇങ്ങനെ ആരെയും ദൈവം ഇങ്ങനെ ദൈവത്തിന്റെ ഒരു ഏജന്റായിട്ട് ഈ ലോകത്ത് ആരെയും ദൈവം അങ്ങനെ നിയമിക്കുന്നില്ല എന്നുള്ള വലിയൊരു വസ്തുത നാം മനസ്സിലാക്കണം. നാം മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു ഭാഗം വായിക്കും. എന്താ? യേശുവിന്റെ അടുക്കൽ കുറെ പേർ വരിക, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളുകളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് പറയും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നതാ. നോക്കുക, ഇങ്ങനെ ഉള്ള വ്യക്തമായി ക്രിസ്തു പറയാ ഇതൊക്കെ അധർമ്മങ്ങളാണ്. അപ്പൊ ഇതിന്റെ പേരിൽ മനുഷ്യനെ വഞ്ചിച്ചുകൊണ്ട് അവിടെ ഒരു പണസമ്പാദനത്തിനുള്ള മാർഗങ്ങളായി ഇതിനെ സുവിശേഷത്തെ മാറ്റുന്നവർ, സുവിശേഷം ജീവിത ഉപാധിയായി മാറ്റുന്നവർ ദൈവസന്നിധിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ് എന്നുള്ള ഒരു വലിയ വസ്തുത കൂടെ നാം മനസ്സിലാക്കണം. ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് യെശയ്യാ പ്രവചനത്തിൽ നിന്നും ഒരു വാക്യം കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. യെശയ്യാ പ്രവചനം അതിൻ്റെ 4-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അന്ന് 7 സ്ത്രീകൾ ഒരു പുരുഷനെ പിടിച്ച്, ഞങ്ങൾ സ്വന്തം വക കൊണ്ട് അഹോവൃത്തി കഴിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തു കൊള്ളാം, നിന്റെ പേർ മാത്രം ഞങ്ങൾക്കിരിക്കട്ടെ, ഞങ്ങളുടെ നിന്ന നീക്കിക്കളയണമേ എന്ന് പറയും. ഇതൊരു പ്രവചനമാണ്. വേദപുസ്തകത്തിന്റെ ദൈവാത്മ നിശ്വസ്തത എന്നുള്ളത് തന്നെ പ്രവചന നിവർത്തികൾ കാണുമ്പോൾ, അല്ലെങ്കിൽ പ്രവചന നിവർത്തികളാണ്. ബൈബിൾ കാണുന്ന ഏറെ ഭാഗവും പ്രവചനങ്ങളാണ്. ഈ അനേക പ്രവചനങ്ങളും നമ്മുടെ മുമ്പിൽ, അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഈ പ്രവചനങ്ങൾ, ചരിത്ര വസ്തുതകൾ, അത് ചരിത്രപരമായി നിറവേറി കാണുമ്പോൾ അത് വേദപുസ്തകത്തിന്റെ ദൈവാത്മ നിശ്വസ്തതയാണ് കാണിക്കുന്നത്. ഇങ്ങനെ അനേകം പ്രവചനങ്ങളുണ്ട്. അപ്പൊ വിശുദ്ധ വേദപുസ്തകം ദൈവാത്മ നിശ്വസ്തമാണോ എന്നുള്ള ആ ഒരു വിഷയം പിന്നീട് പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശദമായി നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഇത് താൽക്കാലികമായി ഞാൻ പറയും, ഇതൊരു പ്രവചനമാണ്. യെശയ്യാ പ്രവാചകൻ നടത്തിയിരിക്കുക. അന്നാളിൽ 7 സ്ത്രീകൾ ഒരു പുരുഷനെ പിടിച്ച് എന്തു പറയും? ഞങ്ങൾ സ്വന്തം വക കൊണ്ട് അഹോവൃത്തി കഴിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തു കൊള്ളാം, നിന്റെ പേർ മാത്രം ഞങ്ങൾക്കിരിക്കട്ടെ എന്ന് പറയും. ഈ വലിയ പ്രവചനം ഇന്ന് നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ, ക്രൈസ്തവ സഭകളിൽ നിവർത്തിയായി നാം കാണുന്നു. അപ്പോൾ ആ നിവർത്തി കാണിക്കുന്നത് വേദപുസ്തകം ദൈവാത്മ നിശ്വസ്തമായ ഒരു ഗ്രന്ഥമാണ് എന്നുള്ളതിന്റെ വലിയൊരു തെളിവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് നിവർത്തിയായി ഈ സഭകളിൽ നാം കാണുന്നത്? അന്നാളിൽ 7 സ്ത്രീകൾ കാണിക്കുക. 7 എന്നുള്ളത് ഒരു പൂർണ്ണതയുടെ സംഖ്യയാണ്. 7 സ്ത്രീകൾ. ഈ സ്ത്രീകൾ നാമധേയ സഭകളെയാണ് കാണിക്കുന്നത്. എപ്പിസ്കോപ്പൽ ആയിട്ടുള്ളതും പൗരോഹിത്യ സഭകളും അതുപോലെ തന്നെ മറ്റ് നാമധേയ സഭകളുമുണ്ട്. ഇവയുടെ എല്ലാം ചേർന്നുള്ള ആ പൂർണ്ണതയെ കാണിക്കുന്ന 7 സ്ത്രീകൾ. അവർ ചേർന്നിട്ട് എന്ത് ചെയ്യും? ഒരു പുരുഷനെ പിടിച്ച്, നിന്റെ നാമം മാത്രം ഞങ്ങൾക്കിരിക്കണം. ആ പുരുഷൻ മറ്റാരുമല്ല, ക്രിസ്തുവാ. നിന്റെ നാമം ഞങ്ങൾക്കിരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ക്രിസ്തുവിന്റെ അനുയായി എന്ന് ഞങ്ങൾക്കൊരു പേര് കിട്ടിയാലും മതി. പിന്നെ ഞങ്ങളെ പോറ്റാൻ നീ അധ്വാനിക്കണ്ട, അതാ പറയുന്നത്. പിന്നെ എന്ത് ചെയ്യും? ഞങ്ങൾ സ്വന്തം വക കൊണ്ട് അഹോവൃത്തി കഴിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തു കൊള്ളാം. ഞങ്ങൾക്ക് അഹോവൃത്തിക്കുള്ള വക ഉണ്ടാക്കാൻ നീ പാടുപെടണ്ട, ഞങ്ങൾ തന്നെ ഉണ്ടായിക്കൊള്ളാം. ഞങ്ങളുടെ വസ്ത്രം ഞങ്ങൾ തന്നെ തുന്നി എടുത്തുകൊള്ളാം. നോക്കുക, ക്രിസ്തുവിന്റെ നീതിയിൻ വസ്ത്രം, ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച അവൻ നമുക്ക് വേണ്ടി ചിന്തിയ ആ രക്തമാണ് നമ്മുടെ പാപത്തിന് പരിഹാരം. ആദാമ്യമായിരിക്കുന്ന പാപത്തിൻ്റെയും അതിൻ്റെ തൽഫലമായ ശിക്ഷ ആയ മരണത്തിൻ്റെ നിന്നും നമുക്ക് മോചനം ലഭിക്കുന്നത് ക്രിസ്തു എന്ന ആ കുഞ്ഞാടിന്റെ നിഷ്കളങ്കവും നിർമ്മലവുമായ ആ രക്തം കൊണ്ട്. അത് മുഖാന്തരമാണ് നമുക്ക് ഈ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള മോചനം എന്നുള്ള വലിയ സത്യം
നമുക്കൊരു നീതീകരണം ലഭിക്കുക എന്നുള്ള വലിയ സത്യം അത് മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾ സ്വന്തം വസ്ത്രം ധരിച്ചുകൊള്ളാം. അപ്പൊ സ്വന്തം വസ്ത്രം ധരിക്കാമെന്ന് പറയുമ്പോൾ ആ നീതീകരണത്തിന് വേണ്ടി ഞങ്ങളുടേതായ കർമ്മമാർഗങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചു കൊള്ളാം. നമ്മൾ ഇന്ന് ക്രൈസ്തവ സഭയിലേക്ക് നോക്കുക, എത്രയോ കർമ്മമാർഗങ്ങളാണ് ജീവനിലെത്താൻ അവർ കണ്ടെത്തിയിരിക്കുന്നത്, അവർ ഉപദേശിക്കുന്നത്. അതുപോലെ തന്നെ അഹോവൃത്തിക്ക് വേണ്ടി ഞങ്ങൾ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു കൊള്ളാം. ക്രൈസ്തവ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന എല്ലാ ആചാരങ്ങളും അതൊക്കെ എല്ലാം ധനാഗമ മാർഗങ്ങളാണ്. യേശു ദേവാലയത്തിൽ യെരൂശലേം ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. അങ്ങനെ അവൻ എല്ലാ വാണിഭക്കാരെയും അവിടെ നിന്നും ചാട്ടവാറിനടിച്ച് പുറത്താക്കി. ഇന്ന് ഓരോ ആരാധനാലയങ്ങളും ഈ പ്രകാരം വാണിഭ കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. ഓരോ ആചാരങ്ങളും അതിനു വേണ്ടിയുള്ളതാ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നോക്കുക, ക്രൈസ്തവ സഭയിലേക്ക് നാം ചെല്ലുമ്പോൾ എത്രയോ വിശുദ്ധന്മാരെയാണ് ക്രൈസ്തവ സഭ മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആദ്യപടിയായി അവരെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കും. അപ്പൊ അതെന്തിനു വേണ്ടിയാ? വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കാൻ വേണ്ടി അവരെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുന്നു. അതിന് മറ്റൊരു ലക്ഷ്യമുണ്ട്. വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിയുമ്പോൾ അവരെ മധ്യസ്ഥന്മാരായി പ്രതിഷ്ഠിക്കുകയാണ്. അപ്പൊ ജനങ്ങളെല്ലാവരും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇങ്ങനെയുള്ള വിശുദ്ധന്മാരുടെ അടുത്തേക്ക് പോവുകയാണ്. നാം നോക്കുക, എത്രയോ വിശുദ്ധന്മാർ ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുക്കി നിർത്തിയിരിക്കുന്നു. എത്രയോ വിശുദ്ധന്മാരെ എന്ന് നാം കാണുക. എന്നാൽ എന്താണ് ഒരുവൻ മധ്യസ്ഥനാകാൻ ബൈബിൾ എന്താണ് പറയുന്നത്? നമ്മൾ ആദ്യമേ പറഞ്ഞു, വേദപുസ്തകം വായിക്കണം. ഇന്ന് നാം ആചാരം അനുഷ്ഠിക്കുമ്പോൾ അത് വിശുദ്ധ വേദപുസ്തകം അനുശാസിക്കുന്നതാണോ എന്ന് നാം ചിന്തിക്കണം, അത് കണ്ടെത്താൻ ശ്രമിക്കണം. വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ഇപ്രകാരം 100 മധ്യസ്ഥന്മാർ നമുക്കുണ്ട് എന്ന് എവിടെയെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുമോ? എന്നാൽ എന്താ പറയുന്നേ? മധ്യസ്ഥൻ ഒരുവനേ ഉള്ളൂ എന്നാ പറയുന്നേ. 2 തിമോത്തിയോസിന്റെ ലേഖനം 2 തിമോത്തിയോസ് 2-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ ഇങ്ങനെ നാം വായിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകളാ. ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തീർന്ന മനുഷ്യനാം ക്രിസ്തുയേശു എന്നാ പറയുന്നത്. അപ്പൊ ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. വളരെ വ്യക്തമായി, സംശയലേശമിന്യേ, ശങ്കയ്ക്കിടയില്ലാതെ വണ്ണം അപ്പോസ്തലൻ വളരെ വ്യക്തമായി നമ്മളോട് പറയാ, ദൈവം ഒരുവനാണ്. ആ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവനാ. അതാരാണ്? അത് കർത്താവായ യേശുക്രിസ്തു. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനാം ക്രിസ്തുയേശു എന്നാ പറഞ്ഞിരിക്കുന്നത്. നോക്കുക, അപ്പൊ ഒരു മധ്യസ്ഥനാകാനുള്ള യോഗ്യത എന്ന് പറയുന്നത് സ്വയം മനുഷ്യരെ വീണ്ടെടുക്കാൻ അവന് സാധിക്കണം. മറുവിലയായി തീരുക. ആദാമിന്റെ ജീവന് പകരം ആദാം സൃഷ്ടിക്കപ്പെട്ടത് ഒരു പൂർണ്ണതയിൽ ആണ് ആദാം സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ പാപം ചെയ്തതിനോടുകൂടി അവന്റെ ആ ആദിമ അവസ്ഥയിൽ നിന്നും അവന് വീഴ്ച ഭവിച്ചു. അവനെ വീണ്ടെടുക്കണമെങ്കിൽ ഒരു പൂർണ്ണതയുള്ള ജീവൻ അതിന് പകരമായി ദൈവത്തിന് ലഭിക്കേണ്ടിയിരുന്നു. അതാണ് പഴയ നിയമത്തിൽ നാം കാണുന്നത്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ജീവന് പകരം ജീവൻ. അപ്പൊ ആദാമിന്റെ പൂർണ്ണതയുള്ള ആ ഒരു ജീവന് പകരം മറ്റൊരു പൂർണ്ണതയുള്ള ജീവൻ ദൈവത്തിന് ലഭിച്ചുവെങ്കിൽ മാത്രമേ ആദാമിനെ ആ ശിക്ഷയിൽ നിന്നും ദൈവം മോചിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആദാമിൽ നിന്ന് ജനിച്ച ഒരു മനുഷ്യനും ഇപ്രകാരം ഒരു പൂർണ്ണതയുള്ള ജീവന് അവകാശിയല്ല. കാരണം അവരെല്ലാം ആദാമ്യ പാപത്തിന് വിധേയപ്പെട്ടവരാ, ആദാമ്യ പരമ്പരയിൽ ജനിച്ചവരാ. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അവൻ മറിയാവിന്റെ ഗർഭപാത്രത്തിൽ പരിശുദ്ധാത്മാവിനാൽ രുജുവായി നമുക്ക് വേണ്ടി യാഗമാകുവാൻ, മറുവിലയാകുവാൻ, നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ, സ്വന്തം രക്തം നൽകിക്കൊണ്ട് നമ്മളെ വീണ്ടെടുക്കുവാൻ അവൻ ഇവിടെ ജനിച്ചത്. അങ്ങനെ ഒരു മധ്യസ്ഥനായി തീരുവാനുള്ള
യോഗ്യത അങ്ങനെ നമുക്ക് വേണ്ടി ഒരു മറുവിലയായി തീരുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ സഭ പ്രഖ്യാപിച്ചിരിക്കുന്ന ഏതെങ്കിലും മധ്യസ്ഥന്മാർ ഇപ്രകാരം ഒരു യാഗത്തിന് യോഗ്യരായിട്ടുള്ളവരാണോ? ദൈവനീതിക്ക് നിരക്കുന്ന തരത്തിൽ അതിന് തൃപ്തി വരുത്തുന്ന രീതിയിൽ ഒരു യാഗം നടത്തുവാൻ യോഗ്യതയുള്ളവരാണോ? അവരുടെ രക്തം കളങ്കരഹിതമാണോ? അതേസമയം പാപപങ്കിലമായിരിക്കുന്ന രക്തത്തിന്റെ ഉടമകളാ ഈ വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന സകല മനുഷ്യരും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ മധ്യസ്ഥ പ്രാർത്ഥന എന്നുള്ളത് അങ്ങേയറ്റം വേദവിരുദ്ധമായിരിക്കുന്ന ഒരാശയമാണ്. ആ മധ്യസ്ഥ പ്രാർത്ഥന ആരിൽ കൂടിയാ? അത് ക്രിസ്തുവിൽ കൂടെ ആയിരിക്കണം, മറ്റൊരു മധ്യസ്ഥനും അല്ല. അതാണ് വേദവിരുദ്ധത എന്ന് പറയുന്നത്. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുവാൻ നമുക്ക് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മധ്യസ്ഥനായിട്ടുണ്ട്. ഇത് കേവലം ഏതാനും വാക്കുകൾ കൊണ്ട് മാത്രം പറയുന്നത്. ദൈവവചനം നമ്മോട് എന്താ പറയുന്നത് നമ്മൾ നോക്കുക. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാ വായിക്കുന്നത്: ക്രിസ്തു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ, അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും കഴിക്കുകയും ചെയ്യുന്നു. നോക്കുക, ക്രിസ്തു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ. ഇതാണ് ക്രിസ്തു മരിച്ചവനാണ്, മരിച്ചിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്. അതാണ് ഏറ്റവും വലിയൊരു ഒരു ക്വാളിറ്റിയായി നമുക്ക് കാണാൻ. അവൻ മരിച്ചു, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ലോകത്തിൽ എത്ര കോടി ജനങ്ങൾ മരിച്ചിരിക്കുന്നു, മരിച്ചു മൺമറഞ്ഞു, കല്ലറയ്ക്കുള്ളിലായിരിക്കുന്നു. ഇന്ന് ഇവിടെ സഭ പ്രഖ്യാപിച്ചിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരും മരിച്ചു മൺമറഞ്ഞവരാ. പക്ഷെ അവരുടെ കല്ലറകളെല്ലാം ഇന്നും അടഞ്ഞു തന്നെയാ കിടക്കുന്നത്. ലോകത്തിൽ തുറക്കപ്പെട്ട ഒരൊറ്റ കല്ലറയേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറയാ. അതുകൊണ്ട് പറയാ, ക്രിസ്തു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ. അതുകൊണ്ട് എന്താ? അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ വാക്യം വായിച്ചതിന് ശേഷം എന്തിനാണ് മറ്റൊരു മധ്യസ്ഥന്റെ അടുക്കലേക്ക് നിങ്ങൾ പോകുന്നത്? എന്ത് വേദാധാരമാണ് മറ്റൊരു മധ്യസ്ഥനെ കണ്ടെത്തുന്നതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? ഇനി മറ്റൊരു വേദഭാഗം നോക്കുക. വെളിപാട് പുസ്തകം 5-ാം അധ്യായം. അവിടെ പറയാ, അതിന്റെ 5-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ അറിയാം. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്നു വായിപ്പാനും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായോണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തനോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. നോക്കുക, ഈ പ്രഖ്യാപിക്കപ്പെട്ട ഏതെങ്കിലും വിശുദ്ധന്മാർക്ക് ഇതിനുള്ള സാധ്യതയുണ്ടോ, അവകാശമുണ്ടോ? പുസ്തകം തുറക്കാൻ ഈ ലോകത്തിൽ ഒരു വ്യക്തികളെയും കാണാതിരിക്കെ കരയുന്ന ദൂതനോട് പറയുക, മൂപ്പന്മാരിൽ ഒരുവനപ്പോൾ പറയുക, എന്താ? ദാവീദിന്റെ ഗോത്രത്തിൽ, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ ഇതിന് യോഗ്യത നേടിയിരിക്കുന്നു. അപ്പോൾ ഈ പുസ്തകം തുറക്കാൻ മനുഷ്യനെ കുറിച്ചുള്ള ദൈവിക നിർണയങ്ങളാ ഈ പുസ്തകത്തിൽ നാം കാണാൻ സാധിക്കുന്നത്. ആ ദൈവിക നിർണയം എന്താണെന്ന് നാം പഠിക്കണം. അതിന് യോഗ്യതയുള്ളത് ഒറ്റയൊരുത്തനാ. തന്റെ രക്തം കൊണ്ട് ആ പുസ്തകം തുറക്കുവാൻ അവൻ യോഗ്യനായതാ. അപ്പൊ ആ ഒരു വ്യക്തി യേശു ക്രിസ്തു മാത്രമാ. പിന്നെ മറ്റുള്ളവർ ഇതുപോലെ മധ്യസ്ഥതയ്ക്ക് യോഗ്യരായ വിശുദ്ധന്മാരായി എങ്ങനെ സഭ അവരെ പ്രഖ്യാപിക്കും? വീണ്ടും നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുക, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ നിങ്ങൾ അവനെയും ഉയർത്തേണ്ടതാകുന്നു. കാരണം മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തി, അതിൽ നോക്കിയവരൊക്കെയും ജീവൻ പ്രാപിച്ചു, സർപ്പത്തിന്റെ കടിയേറ്റവർ. അതുപോലെ ക്രിസ്തുവിനെയും ഉയർത്തേണ്ടതാകുന്നു. ക്രിസ്തു പറയുന്നുണ്ട്, ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കലേക്ക് ആകർഷിക്കും. അപ്പൊ അപ്രകാരം ക്രിസ്തുവിനെ പറഞ്ഞു, എങ്കലേക്ക് എല്ലാവരെയും ആകർഷിക്കും. എന്നിട്ട് യോഹന്നാൻ പറയാ, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പൊ നിത്യജീവൻ പ്രാപിക്കാനാണ് നിങ്ങൾ ഈ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നതെങ്കിൽ
അതൊക്കെ വ്യർത്ഥമാണ് പ്രിയപ്പെട്ടവരെ. അതിന് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിച്ച ആ ദൈവപുത്രനിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ ഉയർത്തണം. അവിടെയാണ് നിങ്ങൾക്ക് ആ ജീവൻ പ്രാപിക്കാനുള്ള അവസരം ലഭിക്കുന്നത്. വീണ്ടും വീണ്ടും പറയാം, അപ്പോസ്തല പ്രവൃത്തികൾ പറയാം, 4-ാം അധ്യായം, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുമ്പോൾ നോക്കുക, നമ്മൾ എത്രയോ സ്ഥലങ്ങളിലേക്കാണ്, പുണ്യ സ്ഥലങ്ങളിലേക്കാണ് രക്ഷയ്ക്ക് വേണ്ടി ഓരോ ദിവസവും പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള വിശുദ്ധന്മാരുടെ കല്ലറകൾ അത് സന്ദർശിക്കുക. ഇങ്ങനെ എത്രയെത്ര നമുക്ക് കാണാൻ സാധിക്കും. പരുമല തിരുമേനിയുടെ കല്ലറയിലേക്ക് കാൽനടയായി പോകുന്ന ജനലക്ഷങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? രക്ഷപ്പെടുവാൻ മറ്റൊരുത്തരും രക്ഷിക്കപ്പെടുവാനുള്ള മാർഗമില്ല, കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ഇനി അൽഫോൻസാമയുടെ കബറിടത്തിലേക്ക് എത്രയോ പേർ തീർത്ഥാടനം നടത്തുന്നു. മലയാറ്റൂർ കുരിശുമലയിലേക്ക് എത്രയോ പേർ കടന്നു ചെല്ലുന്നു. കൊരട്ടിമുത്തി, അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പിറവത്ത് രാജാക്കൾ. ഇങ്ങനെ എത്ര മാത്രമാണോ? ഇനി വേളാങ്കണ്ണിയിലേക്ക് പോവുക, വേളാങ്കണ്ണി മാതാവിന്റെ ദർശനത്തിന് വേണ്ടി പോകുന്നവർ. ഇങ്ങനെ വിവിധങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് തീർത്ഥയാത്രകൾ നടത്തി സ്വർഗപ്രവേശനം സാധിച്ചെടുക്കാമെന്ന് ചിന്തിക്കുന്നവർ. ഇതൊക്കെ നമ്മുടെ സഭാ പുരോഹിത വർഗങ്ങൾ മനുഷ്യരെ അങ്ങേയറ്റം അന്ധകാരത്തിൽ ആക്കുന്നവരാ. നമ്മൾ നോക്കുക, ഇപ്രകാരം വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കപ്പെടാൻ, എന്നാൽ ഇത് മാർപ്പാപ്പയ്ക്ക് മാത്രമുള്ള ഒരു അവകാശമാണോ വിശുദ്ധരായി പ്രഖ്യാപിക്കുക എന്നുള്ളത്? നമ്മൾ നോക്കുക, നമ്മൾ വേദപുസ്തകത്തിലേക്ക് നോക്കിയ അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. ഇനി അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇവരൊക്കെ പിതാക്കന്മാരെന്ന് അവരെ വിളിക്കുന്നത്. ഹാനോക്കിനെ കുറിച്ച് നമ്മൾ കാണുന്നു, ഹാനോക്ക് 300 വർഷക്കാലം ദൈവത്തോട് കൂടെ നടന്ന ഒരു വ്യക്തിയാണെന്നാ പറഞ്ഞു. ഏലിയാവ്, യെശയ്യാവ് മുതലായ പ്രവാചകന്മാരുണ്ടായിരുന്നു. ഇസ്രയേലിനെ വഴി നടത്തിയ ദാവീദ്, ശലോമോൻ എന്നീ രാജാക്കന്മാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ മോശ, ആ ഫറവോന്റെ ആധിപത്യത്തിൽ നിന്നും ഇസ്രയേലിനെ മോചിപ്പിച്ചു കൊണ്ടുവന്ന മോശയുണ്ട്. അവരെ കനാനിലേക്ക് വഴി നടത്തിയ യോശുവയുണ്ടായിരുന്നു. മാത്രമാണോ, ക്രിസ്തു തന്നെ വലിയൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു മനുഷ്യനുണ്ട്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന് ക്രിസ്തു സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ വ്യക്തി യോഹന്നാൻ സ്നാപകൻ. ഇവരൊക്കെ ഇപ്രകാരമുള്ള വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ യോഗ്യരല്ലേ? എന്നാൽ എന്തുകൊണ്ടാണ് ക്രിസ്തുവോ ശിഷ്യന്മാർ ഇവരെ ആരെയും വിശുദ്ധരായി പ്രഖ്യാപിക്കാതിരുന്നത്? നാം ചിന്തിക്കുക. അപ്പോൾ ഇതൊക്കെയും നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സഭകൾ പടുത്തുയർത്തുന്ന ദുരുപദേശങ്ങളാണ്. അതുപോലെ തന്നെ മരിച്ചവരുടെ അല്ലെങ്കിൽ പുണ്യാത്മാക്കളെ വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കപ്പെട്ടവരുടെ മൃതശരീരങ്ങൾ ഇന്നും സൂക്ഷിക്കുക. നമ്മൾ ഗോവയിലേക്ക് പോയാൽ കാണാൻ സാധിക്കും. അവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു മൃതശരീരമുണ്ട്. എങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, ഇതെന്ത് മാത്രം വേദാധാരം ഈ ഒരു വിശ്വാസത്തിനുണ്ട്. ഈ ഒരു കാര്യം കൂടെ, ഒരു വസ്തുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം ഇന്നിവിടെ അവസാനിപ്പിക്കുക. ഇതിനകത്ത് എന്തെങ്കിലും വേദാധാരമുണ്ടോ? നിങ്ങൾ മോശയിലേക്ക് നോക്കുക. മോശ മരിച്ചു. എവിടെയാ മരിച്ചത്? പിസ്ഗായുടെ എന്ന ഒരു കൊടുമുടിയുടെ മുകളിലേക്ക് മോശയെ കയറ്റിക്കൊണ്ടുപോയി. അവിടെ വെച്ച് മോശ മരിച്ചു. മോശയെ അടക്കിയത് ദൈവമാണ്. ഇന്നും ആർക്കും അറിയില്ല മോശയുടെ മൃതശരീരം എവിടെയാണ് എന്ന്. എന്നാൽ പിശാജ്, യൂദയുടെ ലേഖനത്തിൽ നാം വായിക്കും, പിശാജ് ആ ദൈവത്തോട് തർക്കിച്ചു വാദിക്കുകയാണ് മോശയുടെ മൃതശരീരത്തിനു വേണ്ടി. എന്തിനു വേണ്ടിയാ? അവനറിയാം ഇത് കിട്ടിയാൽ ഇന്ന് യഹൂദ ജനത്തെ മുഴുവൻ ഒരു വിഗ്രഹാരാധനയിലേക്ക് അവരെ കൊണ്ടുപോകാം എന്നുള്ളത് പിശാചിനറിയാം. ഇത് മനസ്സിലാക്കിക്കൊണ്ടാ ദൈവം മോശയുടെ ശരീരം മറവ് ചെയ്തത്, ദൈവം തന്നെ മറവ് ചെയ്തത്. അപ്പം ഇപ്രകാരം മരിച്ചുപോയി വിശുദ്ധന്മാരെന്ന് പ്രഖ്യാപിക്കപ്പെട്ടവരുടെ മൃതശരീരങ്ങൾ, അത് തിരുശേഷിപ്പുകൾ എന്ന നാമധേയത്തിൽ അവയെ വിശേഷിപ്പിച്ചുകൊണ്ട് ഇവയെ ആരാധിക്കാൻ ശ്രമിക്കുന്നവർ
ഒറ്റക്കാര്യം ചിന്തിച്ചാൽ മതി. മോശയുടെ ശരീരം എന്തുകൊണ്ട് ദൈവം ഇസ്രായേലിന് കൊടുത്തില്ല? മറ്റൊരു വ്യക്തി യേശുവാ. യേശുവിന്റെ മൃതശരീരം എവിടെയാണ്? അത് ആർക്കും ഇന്ന് വരെയും അറിയില്ല. എന്തുകൊണ്ട് മോശയുടെയും യേശുവിന്റെയും ശരീരങ്ങൾ, മൃതശരീരങ്ങൾ ദൈവം ഈ ജനങ്ങൾക്ക് വിട്ടുകൊടുത്തില്ല? ഇപ്രകാരമുള്ള ഒരു ഒരു ആരാധന ഉണ്ടാകും, വിഗ്രഹാരാധന ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഇനിയും ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെയുണ്ട്. ഇന്നത്തെ സമയ പരിമിതി കൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ നിർത്തുകയാണ്. ഇനി അടുത്തോണ്ട് കന്യകാമറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അമലോത്ഭവയാണെന്നാ പറയുന്നത്. ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് ഞാൻ പിന്നീട് വരാം. കുർബാനയുണ്ട്, പൗരോഹിത്യമുണ്ട്, പൗരോഹിത വേഷങ്ങളുണ്ട്, അവരുടെ സ്ഥാനപ്പേരുകളുണ്ട്. ഇവയൊക്കെയും നിങ്ങൾ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ വിഷയം ഞാൻ ഇന്ന് സമയ പരിമിതി കൊണ്ട് ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ വീണ്ടും ഈ തുടർന്നുള്ള വിഷയം കേൾക്കുവാൻ നിങ്ങൾ ഒരുങ്ങുക. നിങ്ങൾ അടുത്ത ദിവസം തന്നെ ഞാൻ ഇതിന്റെ ബാക്കി ഭാഗവുമായി നിങ്ങളിലേക്ക് വരും. എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ ഇവിടെ ചുരുക്കുന്നു.